എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം ഭക്തിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഭക്തി മനുഷ്യൻ ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഭക്തി ആവശ്യമാണ്. ഈ ഭക്തിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ചില പ്രവർത്തികളാണ്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ, ഒരു വീട്ടിൽ വെച്ചാരാധിക്കുന്ന ഒരു കൽരൂപം മുതൽ തുടങ്ങുകയാണ് ആ ഒരു തെറ്റായ പ്രചരണങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും. ഈ യഥാർത്ഥത്തിൽ ഒരു കല്ല് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ പോലും അത് ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുലത്തിൻ്റെയോ അങ്ങനെ നമ്മൾ എടുത്തു പറയേണ്ട ഒരാവശ്യം തന്നെയില്ല. ഭക്തിയുടെ ആദ്യത്തെ പടി എന്ന നിലയ്ക്ക് മനുഷ്യൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഗ്രഹാരാധനയുടെ തുടക്കമായിട്ടുള്ള ഒരു കല്ല് പ്രതിഷ്ഠയിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു കല്ല് വെച്ചു, അതിനെ ആരാധിച്ചു. ഇതിനെ വയ്ക്കുന്ന ആളും ആ വെച്ചേക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ജനങ്ങൾ. ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ചിന്താശേഷിയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വർക്കൗട്ട് ആവുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കല്ല് വെച്ച് ആരാധിക്കുന്നു. ആ കല്ലിന് നമ്മൾ കള്ള് കൊടുക്കുന്നു, അല്ലെങ്കിൽ മാംസം കൊടുക്കുന്നു, അല്ലെങ്കിൽ മുട്ട കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ നിവേദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിലൊരു തെറ്റില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ചെയ്യുന്നത് കൊണ്ട് സവർണനെന്നോ അവർണനെന്നോ എന്ന വ്യത്യാസം നമുക്കവിടെ വേണ്ട. കാരണം ഈ മനുഷ്യൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഭക്തിയുടെ ഓരോ തട്ടുകളും മുന്നോട്ട് മേലോട്ട് പോകുന്നത്, മേലോട്ടായിട്ട് വരുന്നത്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ പറയുന്ന ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു കല്ല് എവിടെയെങ്കിലും വെച്ചിട്ട് ആരാധിക്കുന്നത്. ഈ കല്ല് അവിടെ വെച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾക്കറിയാവുന്ന രീതിയിലുള്ള മനസ്സിൽ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തു തുടങ്ങുകയാണ്. ആദ്യത്തെ പടിയാണത്. ഭക്തിയുടെ നമ്മൾ ഒരു ഭക്തി തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടിയായിട്ട് നമുക്കതിനെ കാണാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വന്ന് ഒരു വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ വയ്ക്കണം. നമ്മളതിന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ഓക്കെ, ഇന്ന് ഇതിനൊരു നിവേദ്യം കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ വച്ചേക്കുന്ന ആ ഭഗവാൻ സങ്കല്പം എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മളൊരു അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, ആ ഭക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൈവശം എന്താണോ ഉള്ളത് അവരതാണ് വയ്ക്കുന്നത്. ഒരു താഴെ തട്ടിൽ അല്ലെങ്കിൽ ഒരു ഏറ്റവും താഴ്ന്ന ജാതി ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ജാതിയല്ല ഇവിടെ പ്രധാനം. ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ജീവിതത്തിൽ നിന്നും വളരെ താഴെ അന്നന്നത്തെ കഞ്ഞി കുടിച്ച് കഴിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അവർ ഒരു ദിവസം ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്കെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പങ്കെന്ന നിലയ്ക്ക് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവർക്ക് അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ ആ ലെവലിൽ നിന്നുകൊണ്ട് അവർ സ്വരുക്കൂട്ടുന്ന ഭക്ഷണം, അത് ചിലപ്പോൾ ഇറച്ചി ഉണ്ടാവാം, അതിൽ ചിലപ്പോൾ മദ്യമുണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് ഇത് നിവേദ്യം എന്ന് പറഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ ഈ നിവേദ്യം എന്ന് പറഞ്ഞ് ഈ വയ്ക്കുന്നൊരു സാധനം അവരതിനെ അവിടെ ഇരിക്കുന്ന ആ ഒരു ഈശ്വരൻ്റെ മുമ്പിൽ അവരത് കൊണ്ടേ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ഈ നിവേദ്യം സ്വീകരിക്കണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്.
അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ഈശ്വരൻ സ്വീകരിക്കും. കാരണം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തട്ടിലുള്ള ആൾക്കാരും ഈശ്വരന് തുല്യരാണ് എന്നുള്ളതിന് തെളിവാണത്. ഇവരെന്തുകൊണ്ടേ വെച്ചാലും അത് ഈശ്വരൻ സ്വീകരിക്കും. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വച്ചേക്കുന്നത് ഇറച്ചിയാണെങ്കിലും മദ്യമാണെങ്കിലും ഏതാണെങ്കിലും അത് ഈശ്വരൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു വീക്ഷണത്തിൽ അത് പവിത്രമായിട്ടുള്ളൊരു ഭക്ഷണമായിട്ട് മാറും. അതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യന്, ആ മനുഷ്യർക്കും അവർക്കും ആരാധിക്കാനുള്ള അധികാരമില്ലേ? അവർക്ക് ആരാധിക്കാനുള്ള അധികാരമുണ്ട്. അവരവരുടെ അറിവിൽ നിന്നുകൊണ്ട് അവരെ ആരാധിക്കുന്നു, അവർക്കറിയാവുന്നൊരു രീതിയിൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. കാരണം ഒരു വിഭാഗം പറയുന്നു ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെ ചെയ്യുന്ന തെറ്റാണ്. ഒരിക്കലും തെറ്റല്ല അത്. ഈ ചെയ്യുന്ന ആളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ പ്രവൃത്തി അവിടെ നടക്കുന്നത്. കുറച്ച് നാൾ ഇവരിതിങ്ങനെ തുടർന്നു. അത് കഴിഞ്ഞ് ചില ആൾക്കാർ ഇതിൻ്റെ കുറച്ചും കൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കുറേശ്ശെ പഠിക്കുന്ന മുറയ്ക്ക് അവർ ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കല്ലിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ദേവിയുടെയോ ദേവൻ്റെയോ ഒരു രൂപത്തിലുള്ള കല്ല് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. ഇതിന് പകരം അന്നൊരാഘോഷം വെച്ച് അന്ന് വയ്ക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ കള്ളും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അന്ന് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിന്നൊരു തന്ത്രിയെ വിളിച്ചോ അല്ലെങ്കിൽ ഒരു പൂജാരിയെ വിളിച്ചു കൊണ്ടുവന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് വയ്ക്കുമ്പോൾ അവർ പറയുന്ന അനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും അവിടെ നിവേദ്യമായിട്ട് വയ്ക്കുന്നത്. ചിലപ്പോൾ അവല് മലര് പഴം ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവിടെ വയ്ക്കുന്നത്. ചിലപ്പോൾ കരിക്കായിരിക്കാം ചിലപ്പോൾ അവിടെ വയ്ക്കുന്നത്. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ വിഗ്രഹം ആ കല്ലിരുന്ന സ്ഥാനത്ത് അവിടെ വിഗ്രഹമായി മാറി. അവിടുത്തെ അന്ന് വെച്ച ആ നിവേദ്യം അത് മാറി. അപ്പോൾ അതിനർത്ഥം ഈ തുടക്കത്തിൽ ഈ ചെയ്ത വ്യക്തിയുടെ ചിന്ത ഉയർന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ രണ്ടാമത്തെ തട്ടിലെത്തിയതിൻ്റെ ലക്ഷണമാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. അതായത് ആദ്യം വെച്ച കല്ലിന് പകരം ഒരു വിഗ്രഹം, ഒരു രൂപത്തിലുള്ളൊരു വിഗ്രഹത്തെ കൊണ്ടുവന്ന് വെച്ചു. അവിടെ കൊടുത്ത നിവേദ്യത്തിൻ്റെ ആ ഒരു ഭക്ഷണ സാധനങ്ങൾ അത് മാറി വേറെ ദ്രവ്യങ്ങൾ അവിടെ വന്നു. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. അങ്ങനെ ഈ കുടുംബം ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ചെയ്ത് പോരുന്ന ആളുടെ കാലശേഷം പിന്നെ അടുത്തത് ചിലപ്പോൾ ഒരു മകനായിരിക്കാം ഇത് തുടർന്ന് പോകുന്നത്. ആ മകൻ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ മകൻ്റെ അറിവിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവിടെ പിന്നീട് നടക്കാൻ പോകുന്നത്. അപ്പോൾ മകനെ ഏറ്റെടുക്കുമ്പോൾ മകന് തോന്നുന്നു ഇവിടെ ഇതിങ്ങനെ ഇരുന്നാൽ പോരാ, മഴയും വെയിലും കൊണ്ടിരുന്നാൽ പോരാ, ഇതിനൊരു ഒരു അടച്ചുറപ്പുള്ളൊരു കെട്ടിടം പണിയണം, അതിനകത്ത് ഈ ദൈവത്തെ പ്രതിഷ്ഠിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ മകൻ എന്ത് ചെയ്യുന്നു? മകൻ്റെ ചിന്തയിലനുസരിച്ച് മകൻ്റെ അപ്പോഴത്തെ സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ മകൻ്റെ കാര്യശേഷിയും കൊണ്ട് മകൻ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പേര് കേട്ട ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഒരു ക്ഷേത്രം രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഈ മകൻ്റെ ചിന്ത അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ ചിന്തയിൽ നിന്ന് മാറി കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വേറെ ഒരു തലത്തിലേക്ക് മാറി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഭക്തിയുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ അറിവ് മേലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ അറിവ് മാറുകയും നമ്മളുടെ തലമുറ മാറുകയും ആ തലമുറയിൽ വരുന്ന ഓരോരുത്തരും ഓരോരുത്തരുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ തലം മാറി 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 ആ ചിന്താധാരയുടെ പ്രവൃത്തി മൂലം അതിൻ്റെ പരിണിതഫലമായിട്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്
ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ക്ഷേത്രമായിട്ട് പിന്നീട് അത് മാറിയേക്കാം. മാറണം, അതാണ് യഥാർത്ഥത്തിൽ മാറണം. കാരണം അപ്പോഴാണ് ഈ വലിയ ക്ഷേത്രങ്ങൾ പോലെ ഗുരുവായൂർ പോലെയോ അല്ലെങ്കിൽ ശ്രീ പത്മനാഭ ക്ഷേത്രം പോലെയോ അല്ലെങ്കിൽ പേര് കേട്ട വലിയ ക്ഷേത്രങ്ങളിലെ ചിട്ടയും വട്ടങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാം ചേർന്നൊരു അമ്പലമായിട്ട് പിന്നീട് മാറുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ചിന്താധാരയിലുള്ള ആൾക്കാർക്കും അവർക്ക് ഇത് ഭക്തി എന്ന് പറയുന്നത് അവരുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ഘട്ടങ്ങൾ വെച്ചേക്കുന്നത്. അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവുമില്ല. ജാതിയുടെ മാനദണ്ഡമോ അല്ലെങ്കിൽ ഒരു മാനദണ്ഡങ്ങളും വേറെയില്ല. ഇതിന് ഭക്തിയുടെ ഒരൊറ്റ തലം മാത്രമേ ഉള്ളൂ. അത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്താണ് പറയുക, പ്രവൃത്തി കൊണ്ട് ബ്രാഹ്മണനായി എന്നൊക്കെ പറയില്ലേ, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറിവ് സമ്പാദിക്കുന്നതനുസരിച്ച് നമ്മളുടെ ബുദ്ധി വികാസം വരുന്നതനുസരിച്ച് നമ്മളുടെ ചിന്ത തലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വരുന്ന മാറ്റമാണ് ഈ പ്രോസസ്സിലൂടെ നടന്ന് മുന്നോട്ടെത്തുന്നത്. ഇങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ദേവീ ദേവന്മാരുടെ സങ്കല്പത്തോടും കൂടി മാറി മാറി വരുന്നത്. അതായത് ശൈവം അല്ലെങ്കിൽ ശിവൻ ആയിട്ട് ബന്ധപ്പെട്ട മഹാദേവൻ്റെ സങ്കല്പവുമായി ബന്ധപ്പെട്ട രീതികളിൽ നിന്ന് വിഷ്ണുവിൻ്റെ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അതിന് കുറേ കൂടി എന്താ പറയുക, ആചാരങ്ങളും അതിൻ്റെ പവിത്രതയും എല്ലാം വ്യത്യാസമാണ്. മഹാദേവൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ രീതികളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ശൈവ രൂപവും ഈ വിഷ്ണു രൂപവും വരുമ്പോൾ, വിഷ്ണു രൂപത്തിലേക്ക് വരുമ്പോൾ അതിന് പവിത്രത കൂടി അവിടെ ചിന്താഗതിയുടെ തലം മാറി ഏറ്റവും ഉയർന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിൽ നമ്മളുടെ ചിന്ത എന്നെത്തുന്നു അന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രം വേണമെങ്കിൽ വീട്ടിൽ വയ്ക്കാം. അത് നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലോ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. ഈ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കേണ്ട പ്രോസസ്സും നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സും. അല്ലാതെ ജനങ്ങൾ പറയുന്ന പോലെ അധമൻ എന്ന് വിളിക്കാൻ ഒരിക്കലും ഒരാൾക്കും അധികാരമില്ല. അത് ഏത് ഉയർന്ന തലത്തിലിരിക്കുന്നവൻ്റെ ആ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഒരു താഴെ ഇരിക്കുന്നവർ തന്നെ അധമൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുന്നവൻ്റെ അറിവുകേട് എന്ന് തന്നെ പറയണം. അപ്പം ഇതെല്ലാവരും മനസ്സിലാക്കണം ഈ ഒരു സത്യം. നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതി വ്യത്യാസവും ഈ എന്താണ് പറയുക, നമ്മൾ ആരാധനാ വ്യത്യാസങ്ങളും യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റെപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ചെയ്യേണ്ടത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാ കാലവും മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ല, ഇത് ഭക്തിയുടെ ആദ്യ മധ്യ അന്ത്യം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്റ്റെപ്പിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, ഓരോ പടികളാണ്. ഭക്തിയിൽ നമ്മൾ ഉയർന്നുയർന്നു വരുമ്പോഴുള്ള നമ്മളുടെ മാനസികാവസ്ഥ അനുസരിച്ച്, നമ്മളുടെ ചിന്താധാര മാറുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ പാരമോന്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സ് മാത്രമാണത്. ഇന്നത്തെ വിഷയം ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എന്തായാലും നമ്മളുടെ നാട്ടിൽ ഈ ജാതി പറഞ്ഞുകൊണ്ട് ഭക്തിയെ നയിക്കുന്ന ഒരു രീതി അത് നമുക്ക് മാറണം. യഥാർത്ഥത്തിൽ അതല്ല, ജാതിയുടെ പേരിലല്ല ഭക്തിയുള്ളത്. എല്ലാ ജാതിക്കാരനും എല്ലാ മനുഷ്യനും ഭക്തി എന്ന് പറയുന്നത് ഒന്നാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ അറിവിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭക്തിയെ ശരിക്കും അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ഓരോ മനുഷ്യനും അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നൊരു രീതി ആയിരിക്കില്ല ചിലപ്പോൾ പക്ഷേ വേറെ എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്ന രീതി.
ചിലപ്പോൾ എൻ്റെ സുഹൃത്ത് ചിലപ്പോൾ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ കള്ളും മദ്യവും കള്ളും അതും ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലായിരിക്കും ആ ഒരു സുഹൃത്ത് പോകുന്നത്. പക്ഷെ ഞാൻ പോകുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ ചിലപ്പോൾ പോകുന്നത് മഹാവിഷ്ണു ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ വളരെ ശുദ്ധിയോടുകൂടിയും വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഞാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരർത്ഥമില്ല. അവൻ അധമൻ, ഞാൻ പുണ്യാളൻ അല്ലെങ്കിൽ പുണ്യ ആത്മാവ്, ഒരർത്ഥമില്ല അതിനകത്ത്. അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. ഞാൻ ഈ പറയുന്ന എല്ലാ ശുദ്ധിയോടുകൂടിയും എന്താണ് പറയുക, അതിൻ്റെ ചെയ്യേണ്ട രീതിയോടുകൂടിയും ഒരു മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ പരമോന്നത ഒരു എന്താ പറയുക പരമോന്നതമായിട്ടുള്ള ചിന്താധാരയിലൂടെ നമ്മൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോയി അവിടെ പൂജ എടുക്കാനും പങ്കെടുക്കാനും എൻ്റെ ചിന്താധാര എന്നെ അനുവദിക്കുന്നുണ്ടെങ്കിൽ എനിക്കവിടെ പോകാം. ഒരാളും തടയില്ല. നമ്മളെ കാണുമ്പോൾ, നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ചിന്തയിൽ ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ ആരും നമ്മളെ തടയില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴെ നിന്നുകൊണ്ട് നമ്മളൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നാളെ തന്നെ പോയി അത് അവിടെ കയറി ചെല്ലാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നടക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് അത് പ്രകടമായിരിക്കും. അപ്പോൾ നമ്മൾ പടിപടിയായിട്ട് നമ്മുടെ ചിന്താധാരയെ പടിപടിയായി ഉയർത്തി ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ മുഖത്തും അത് പ്രകടമാകും. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഈ വിവേചനങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറണം. ഭക്തി എന്നുള്ളത് എന്താണെന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയണം. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തണം. എല്ലാവരും ഈ വിഷയം അറിയണം. കാരണം ഞാനിത് എൻ്റെ ഒരു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അതായത് നമ്മളുടെ നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്കിത് ഈ ഒരു വീഡിയോ അവർക്കും എത്തണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെയും എല്ലാവരും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പ്രോസസ്സ് മനസ്സിലാക്കണം. മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ്, പക്ഷേ അവരുടെ ചിന്താഗതികളാണ് മാറ്റം. ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഭക്തിയും മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു കുലത്തിൻ്റെയോ ഒരു ജാതിയുടെയോ പേരിലല്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ കൂടുതൽ വിഷയങ്ങളുമായി നമ്മൾ ഇനിയൊരു അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം, നന്ദി.